ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നൈനിയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ഒരു പരാതിയുണ്ട്, എന്തുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും. കാരണം വേറൊന്നുമല്ല, ചിലരുണ്ടല്ലോ നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചിലപ്പോൾ മറന്നു പോകും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ലൈക്ക് അടിക്കാനും ചിലപ്പോൾ കേട്ട ആ ഒരു ഇതിലങ്ങ് ഇരിക്കും, ലൈക്ക് അടിക്കില്ല. നമ്മുടെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുന്നത് അനുസരിച്ചാണ് ഇത് മറ്റുള്ളവരിൽ കൂടുതൽ എത്തിപ്പെടുന്നത്, റെക്കമെൻഡ് ലിസ്റ്റിൽ പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പൊ ഇതെല്ലാം അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ അനന്തപുരി തറവാട്ടിൽ ചന്തുമോള് കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ നവ്യയുടെയും അഭിയുടെയും കുഞ്ഞിന്റെ 28 കെട്ട് അതിമനോഹരമായിട്ട് ശുഭമായിട്ട് തന്നെ നടക്കുകയാണ് കേട്ടോ. നാളെ ആ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ ജലജയും ജാനകിയും പലതരത്തിൽ നമ്മുടെ ആദർശിന്റെ കള്ളത്തരങ്ങളല്ല എങ്കിൽ പോലും ആദർശിനെ ഒരു വൃത്തികെട്ടവനാക്കാൻ അവിടെ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ നയനയുടെ വീട്ടുകാർ അറിയണമെന്നും നയനയുടെ വീട്ടുകാർ ഇതൊക്കെ അറിയുമ്പോഴത്തേക്കും ആദർശിനോടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു കരുതലും ഒക്കെ അവിടെ തീരുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജലജയും ജാനകി ഇത് പറയാനൊക്കെ ഒരുങ്ങുന്നത്. പലതവണ ഇങ്ങനെ ഒരുങ്ങുന്നുണ്ട്, പറയാനായിട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ദേവയാനി വഴക്ക് പറയാണ്. ദേവയാനി ചോദിക്കുന്നുണ്ട്, നിങ്ങളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ മുതൽ ഞാൻ പറഞ്ഞതാണ് ഈ വിവരങ്ങളൊന്നും ഇവിടെ പറയരുത് എന്ന്. എന്നിട്ട് എന്തിനാണ് വീണ്ടും വീണ്ടും നിങ്ങൾ ഈ വിവരങ്ങൾ ഇവിടെ പറയാൻ നോക്കുന്നത്? ആദർശിന് ഒരു കുഞ്ഞുണ്ടെന്നും ചന്തുമോള് വീട്ടിലുണ്ടെന്നും ഒക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് പറയാൻ ശ്രമിക്കുന്നത്? ഞങ്ങൾ പറയരുതെന്ന് പറഞ്ഞതല്ലേ, അവിടെ നിന്ന് അച്ഛൻ പറഞ്ഞു വിട്ടതല്ലേ, അമ്മ പറഞ്ഞു വിട്ടതല്ലേ, ജയേട്ടനും അജയനും ഒക്കെ പറഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെ ഓരോന്ന് കിടന്ന് പറയുന്നത്? ദേ ഇവിടെ ഇപ്പൊ തൽക്കാലം ആരും അറിയണ്ടെന്ന്. അപ്പം ജലജ പറഞ്ഞു, അതെന്താ ഏടത്തി അങ്ങനെ ഒരിത്? അല്ല, എന്നാണെങ്കിലും നവ്യ അങ്ങോട്ടേക്ക് വരും, ഇത് നവ്യ അറിയും. അതുപോലെ തന്നെ ഇവിടുത്തെ ഗോവിന്ദനും അതുപോലെ തന്നെ കനകയും ഒക്കെ അറിയും. അത് എന്നെങ്കിലും അറിയേണ്ടതല്ലേ. അപ്പൊ പിന്നെ അത് അത്ര നേരത്തെ അറിയുന്നതാണോ? അതല്ലേ നല്ലതെന്ന് പറഞ്ഞപ്പം ദേ ജലജ പറയണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ പറയണ്ട, അത്ര തന്നെ. ഇതിൽ കൂടുതൽ എനിക്ക് പറയാനൊന്നുമില്ല. ഇനി നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇവിടെ മിണ്ടരുത്, സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നയനിയും അതുപോലെ തന്നെ കനകയും കൂടെ വരികയാണ്. അപ്പൊ കനക, എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയുണ്ടായിരുന്നു? ജലജ ഇവിടെ മാറി വന്നിരുന്നാ മതിയോ? കൊച്ചുമോനെ ചെന്ന് എടുക്കുന്നില്ലെന്ന് ചോദിച്ചപ്പം കൊച്ചുമോനെ ഞാൻ എടുത്തായിരുന്നു, അവനെ എടുത്ത് കൊഞ്ചിക്കുകയൊക്കെ ചെയ്തു. 28 കെട്ടിന്റെ ദിവസമല്ലേ, അപ്പൊ അതുകൊണ്ട് അവന് ഒത്തിരി ദേഹാസ്വസ്ഥതയൊക്കെ കാണും, മാറി മാറി എടുത്തത് കൊണ്ട്. അതുകൊണ്ടാ പിന്നെ ഞാൻ എടുക്കണ്ട, അവിടെ കിടന്നോട്ടെ എന്ന് വെച്ചത്. അവനെ കൊഞ്ചിച്ചിട്ടും അങ്ങ് കൊതി തീരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ തട്ടിവിടുകയാണ് ജലജ. അപ്പോഴത്തേക്കും നമ്മുടെ കനക പറഞ്ഞു, അത് പിന്നെ എനിക്കിനി ഒരു ആഗ്രഹം കൂടെ ഉള്ളൂ. അത് വേറൊന്നുമല്ല, എൻ്റെ നയനമോൾക്കും ഇങ്ങനെ ഒരു ചടങ്ങൊക്കെ വെക്കണം, നയനമോൾക്കും ഒരു കുട്ടി ഉണ്ടാകണം, അതിൻ്റെ 28 കെട്ടും കാണണം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ആഗ്രഹങ്ങളാ എനിക്കിനി ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ, ഇനിയിപ്പൊ ആഗ്രഹങ്ങളൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എൻ്റെ പൊന്നു കനകേ. അതിനുള്ള ഭാഗ്യമൊന്നും ഇനിയിപ്പം ഉണ്ടാവില്ലെന്നാ തോന്നുന്നത് നയനയ്ക്ക്. ഇനിയിപ്പൊ അതിന്റെ ഒന്നും കാര്യമില്ലല്ലോ, അത്ര റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അല്ലാതെ തന്നെ എന്നിങ്ങനെ പറയാൻ വന്നതും നമ്മുടെ നയന ജലജയുടെ വായി കയറി പിടിച്ച പോലെ തന്നെ, അത് അപ്പച്ചി പറഞ്ഞത് ശരിയാണ്, എനിക്കിപ്പോ അതിനോടൊന്നും താല്പര്യം ഇല്ലമ്മേ. ഇപ്പം ഇങ്ങനെയൊക്കെ അങ്ങ് പോണം. വീട്ടിലൊരു കുഞ്ഞിക്കാലുണ്ടായല്ലോ, അതൊക്കെ കഴിയട്ടെ. ഇനി ഇവന്റെ ചിരിയും കളിയും ഒക്കെ കണ്ടു പതുക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാലോ. അല്ലെ, എല്ലാവരും ഇങ്ങനെ ഇരുന്നാ മതിയോ? ഫുഡൊക്കെ കഴിക്കണ്ടേ എന്ന് പറഞ്ഞ് നയന ഇങ്ങനെ വിഷയം മാറ്റി വിടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഫുഡൊക്കെ കഴിക്കാൻ ഞങ്ങളെല്ലാം വിളമ്പി വെക്കാന്നും പറഞ്ഞ് നമ്മുടെ കനകയും നയനയും അങ്ങോട്ട് കയറി പോയപ്പോഴത്തേക്കും വീണ്ടും ദേവയാനി പറയാ, ജലജ നിന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞതല്ലേ വേണ്ട, ഇതൊന്നും പറയരുത് എന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് നീ എന്തിനാ വീണ്ടും ഇതൊക്കെ പറയാൻ നിൽക്കുന്നത്? അത് പിന്നെ എത്രയെന്നും പറഞ്ഞാ ഈ സത്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നത്? എന്റെ പൊന്നേടത്തി, അറിയാതെ എന്റെ വായിൽ നിന്ന് ഇതൊക്കെ അങ്ങ് വീണു പോവുക. നിന്റെ വായിൽ നിന്ന് നല്ലതൊന്നും വീഴത്തില്ലെന്ന് എനിക്കറിയാം, ഈ വക കാര്യങ്ങളാണ് നിന്റെ വായിൽ നിന്ന് വീഴും. സത്യങ്ങൾ പോലും. അതെ, കൂടുതൽ നെഗളിക്കാതിരിക്കണ്ട ജലജ. എനിക്കറിയാം ആദർശിനെ കരിവാരി തേക്കാൻ വേണ്ടി തന്നെയാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം ആദർശിനെ സപ്പോർട്ട് ചെയ്താണോ ഏടത്തിയും സംസാരിക്കുന്നത് എന്ന് ജാനകി ചോദിച്ചപ്പം, ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്തൊന്നും സംസാരിക്കുന്നല്ല. ഇന്ന് നല്ലൊരു ദിവസമാണ്. ഈ നല്ലൊരു ദിവസത്തിന്റെ ഇടയിൽ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുകയും ഇത് ചൂണ്ടിക്കാണിച്ച് ഇതൊരു വലിയ വിഷയമൊക്കെ ആക്കുന്നത്? ആ കുഞ്ഞിന്റെ നല്ല ദിവസമല്ലേ, എല്ലാവരും എന്നും ഓർത്തിരിക്കേണ്ട ദിവസമല്ലേ. അതുമാത്രമല്ല, അനന്തപുരി തറവാട്ടിലെ ആദ്യത്തെ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞപ്പം
ഇങ്ങനെ പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് ജലജ പറഞ്ഞു, അതെങ്ങനെയാ ഏടത്തി ശരിയാവുന്നത്? അനന്തപുരി തറവാട്ടിലെ ആദ്യത്തെ കുഞ്ഞാ നേട്ടത്തി ഇങ്ങനെ കൂടെ കൂടെ പറയല്ലേ? അനന്തപുരി തറവാട്ടിലെ ആദ്യത്തെ കുഞ്ഞ് ആദർശിന് ഉണ്ടായി കഴിഞ്ഞല്ലോ എന്ന്. അപ്പൊ വീണ്ടും നമ്മുടെ ദേവയാനി ഒന്നും പറയുന്നില്ല കേട്ടോ. ഇതിനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നും അറിയാം. അപ്പൊ ഇതേ സമയം അനന്തപുരി തറവാട് കാണിക്കുക. അവിടെ നമ്മുടെ മൂർത്തി മുത്തച്ഛനും മുത്തശ്ശിയും കൂടെ കുഞ്ഞിനെ ഉറക്കിയൊക്കെ കിടത്തിയിട്ടോ, ചന്തുമോളെ ഉറക്കിയൊക്കെ കിടത്തിയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നയനെ വിളിച്ച് അവരോട് പറയുന്നുണ്ട് ആ സ്പോട്ടിൽ തന്നെ. അപ്പൊ ഇങ്ങനെ മൂർത്തി പറയുന്നുണ്ട് അവിടെ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ചടങ്ങുകളൊക്കെ നടക്കുന്നത്. ജലജയും ഈ പറയുന്ന അഭിയൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, മാറിയതാന്ന് തോന്നുന്നു. ഏതായാലും അവന്റെ കുഞ്ഞല്ലേ, അപ്പൊ ജലജയ്ക്ക് സ്നേഹമില്ലാതിരിക്കത്തില്ലല്ലോ. ഏതായാലും ഇതുവരെ അവിടെ ആരും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ദേവയാനിയുടെയും വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞപ്പോ, എനിക്ക് അതാ അറിയില്ലാത്തത്. ദേവയാനി എന്താ മാറാത്തത്? അവളൊന്ന് മാറുമായിരുന്നെങ്കിൽ, അവളുടെ സ്വഭാവം ഒന്ന് മാറുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചന്തുമോളോട് അവളെങ്കിലും സ്നേഹം കാണിച്ചേനെ. ഇനിയിപ്പം നയനമോള് സ്നേഹിക്കുന്നുണ്ടല്ലോ അവളെ. അതല്ല വസന്തരെ, നമ്മൾ ഇനിയിപ്പം വേറെ ഒന്നുമല്ല നോക്കേണ്ടത്. നമ്മുടെ ചെറുപ്പകാലത്ത് ഇങ്ങനെ ഒരു കുട്ടീനെ നമ്മളെടുത്ത് വളർത്തിയതാണ് ജലജ. അതുപോലെ ഇനി നയനയും ആദർശവും കൂടെ ഒരുമിച്ച് ചേർന്ന് ഈ കുട്ടീനെ വളർത്തട്ടെ, ചന്തുമോളെ വളർത്തട്ടെ. അവള് ദത്തുപുത്രിയായിട്ടോ അവരുടെ സ്വന്തം മകളായിട്ടോ വളരട്ടെ. പിന്നെ കുറച്ച് സ്വത്തുക്കൾ അവളുടെ പേരിൽ എഴുതി വെക്കണം. ഇനി അതൊക്കെയല്ലേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് അവളെ വളർത്താൻ പറ്റില്ല. നയനയും ആദർശം മുന്നിട്ടിറങ്ങി അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ, അങ്ങനെ വളർത്തുകയാണെങ്കിൽ വളർത്തട്ടെ. നയന നല്ല മോള് തന്നെയാ. അവള് ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ വളർത്തും. അത് 100% ഉറപ്പുള്ള കാര്യം തന്നെയല്ലേ നമുക്ക്. പിന്നെ അനഘയുടെ കാര്യം ഓർക്കുമ്പോഴാ, അവൾക്ക് എന്തെങ്കിലും അവൾക്ക് ഭേദമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതം അതും വഴിമുട്ടി നിൽക്കുകയല്ലേ. ഇനിയിപ്പം എല്ലാവരും ചന്തുമോളുമായിട്ട് അടുത്ത് കഴിയുമ്പം അനഘ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ അനഘയ്ക്ക് കൊടുക്കേണ്ടി വരില്ല ചന്തുമോളെ. യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. യഥാർത്ഥ അച്ഛൻ ആദർശാണെന്ന് കരുതി നമ്മൾ അങ്ങ് ജീവിക്കുന്നു. അതിനും ഒരർത്ഥം വേണ്ടേ? യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് അറിയണ്ടേ? അതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം വസുന്ധരെ. നമുക്കിപ്പം മോളെ സ്കൂളിൽ ചേർക്കുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ഇനിയിപ്പം ഈ കുട്ടിയുടെ അച്ഛൻ ഏതാന്ന് എന്തിനാ തേടി പോകുന്നേ? നമ്മളൊരു കുട്ടിയെ ദത്തെടുത്തു. ഇത് അനന്തപുരി തറവാട്ടിലെ കുട്ടിയാണ്, ആദർശിന്റെയും നയനയുടെയും കുട്ടി. അങ്ങനെ ലോകം അറിഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യനെയും അഭിനെയാണ്. അങ്ങനെ അഭിയോട് നവ്യ പറയുകയാണ്, അല്ല അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയായി? ചന്തുമോളെ എന്താ കൊണ്ടുവരാതിരുന്നത്? ചന്തുമോളെ കൊണ്ടുവരത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പം, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാ? ഇവിടെ നിന്റെ അച്ഛനും അമ്മയും ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അല്ല അച്ഛനും അമ്മയുടെയും കയ്യിൽ നിന്ന് എന്തിനാ ഇങ്ങനെ മൂടി വെക്കുന്നതെന്ന് ഞാൻ ഓർക്കുന്നത്. എന്താണെങ്കിലും അച്ഛനും അമ്മയും അറിയില്ലേ? അല്ല ഈ ചന്തുമോളുടെ അമ്മേനെ ഏൽപ്പിച്ചാൽ എന്താ പ്രശ്നം ഇരിക്കുന്നത്? പെണ്ണെന്തോ കോമാ സ്റ്റേജിലോ എന്നൊക്കെയാ പറയുന്നത്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല. എന്തായാലും ഇനി ചന്തുമോള് എന്നും ആ വീട്ടിൽ കാണും. നമ്മുടെ മോന് കിട്ടേണ്ട സ്നേഹവും കൂടിയാ ആ ചന്തുമോൾക്ക് കിട്ടാൻ പോകുന്നത്. അവളെ എങ്ങനെയെങ്കിലും പുറത്താക്കാനൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിന്റെ അനിയത്തി കടിച്ചോ പിടിച്ചോ എന്ന് പറഞ്ഞല്ലേ നിൽക്കുന്നത്. നിന്റെ അനിയത്തിക്ക് അവള് സ്വന്തം കുഞ്ഞിനെ പോലെയാണെന്നും പറഞ്ഞുകൊണ്ട് അതിനെ തോളെ ചുമന്നത് നടക്കുക. ഇങ്ങനെ ഒരു ഭർത്താവിന്റെ അവിഹിതം കണ്ടുപിടിച്ചിട്ടും എന്തുകൊണ്ടാ നിന്റെ അനിയത്തി ഇങ്ങനെയായി പോയത്? അവൾ അങ്ങനെയാ പണ്ടു മുതലേ. കുട്ടികളോട് പ്രത്യേക സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ അവളെ പറഞ്ഞ് തിരുത്താനും എനിക്ക് പറ്റില്ല. എങ്കിലും ഞാനാണ് ഈ സ്ഥാനത്തെങ്കിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഞാനെങ്ങാണോ ആണ് ഈ സ്ഥാനത്തെങ്കിൽ, അഭിയുടെ കുഞ്ഞെങ്ങാണോ ആണ് ആ ചന്തുമോൾ എന്ന് പറയുന്ന കുഞ്ഞെങ്കിലും, ഒരിക്കലും പിന്നെ ഞാൻ അനന്തപുരി തറവാട്ടിന്റെ പടി ചവിട്ടില്ല. മാത്രമല്ല പിന്നെ എന്റെ തനി സ്വഭാവം എല്ലാവരും കാണും എന്നൊക്കെ പറയുന്നുണ്ട്. അഭി മനസ്സിൽ പേടിച്ചു പറിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്റെ ഈശ്വര, സ്വന്തം കുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്തായിരിക്കും അവസ്ഥ എന്ന് അഭിക്ക് അറിഞ്ഞുകൂടാട്ടോ. ഏതായാലും ഇതിനിടയിൽ നമ്മുടെ കിരൺ ആദർശിനെ ഫോൺ വിളിക്കുന്നുണ്ട്. ഏതായാലും ആദർശനോട് അത്യാവശ്യമായിട്ട് കാണാൻ വരണമെന്നും DNA റിസൾട്ട് വന്നിട്ടുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട്. ആ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ നാളത്തെ വിശേഷം അവസാനിക്കാൻ പോകുന്നത്. ഏതായാലും DNA റിസൾട്ട് കിട്ടുമ്പോൾ നമ്മുടെ ആദർശിന് സമാധാനിക്കാൻ കാര്യങ്ങളൊക്കെ ആയി. അതുപോലെ ദേവയാനിയെ പറഞ്ഞ് മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ ആയി. പക്ഷേ നമ്മുടെ നവ്യ ആകെ ഇടഞ്ഞു നിൽക്കുകയാണ്. നവ്യ നയനയോട് പറയുന്നുണ്ട്, ഞാൻ എങ്ങാനും നയനയുടെ സ്ഥാനത്താണെങ്കിൽ സത്യമായിട്ടും ഞാൻ ഈ ജീവിതം ഉപേക്ഷിച്ചേനെയെന്ന്. അതുകൊണ്ട് നമ്മുടെ നയനയും ആദർശും ദേവയാനിയും ഒക്കെ ചേർന്നെടുക്കുന്ന ഒരു തീരുമാനമുണ്ട്. അത് ഞാൻ ഇന്നലത്തെ നെക്സ്റ്റ് വീക്ക് പ്രമോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അതൊക്കെ കണ്ടു കാണും, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഏതായാലും നമുക്ക് ബാക്കി വിശേഷം നാളെ വൈകിട്ട് കേൾക്കാം. അപ്പം നാളത്തെ ഫുൾ വിശേഷവുമായിട്ട് ഞാൻ രാവിലെ എത്തുന്നതായിരിക്കും കേട്ടോ നിങ്ങളുടെ മുമ്പിൽ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഈ ലെവലിൽ തന്നെ നമുക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോട് കൂടിയാണ് ഞാനിത് അവസാനിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് ഇപ്പം 1.98
സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഒരു 2000 സബ്സ്ക്രൈബേഴ്സും കൂടി വന്നാൽ നമുക്ക് 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകും. എനിക്ക് 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എന്തോ ഒരു സ്വപ്നം പോലെയൊക്കെ തോന്നും. കാരണം ഇത് തുടങ്ങിയപ്പോൾ നമുക്ക് ഇത്രയും വരെ എത്തുമെന്നൊന്നും യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ഈ ഒരു റിവ്യൂ കേൾക്കാനും അതുപോലെ തന്നെ നിങ്ങളത് അംഗീകരിക്കുന്നുണ്ടെന്നും നിങ്ങളത് എന്താ പറയുക കമന്റിലൂടെ ഓരോ അതിപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമന്റ് ഒക്കെ ഇടുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ജീവിതത്തിലെ ഈ എല്ലാ മാറ്റങ്ങളും നമ്മുടെ ഈ ഒരു ചാനലിലൂടെ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഒരിക്കലും എനിക്ക് നിങ്ങളെ ഒന്നും മറക്കാൻ സാധിക്കില്ല. അറിയാം നിങ്ങൾ കട്ട സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ വ്യൂസ് ഒക്കെ കിട്ടുന്നത്. വീണ്ടും ഈ സ്നേഹവും ഒക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെ നിർത്താം. ഒരുപാട് അമ്മമാരെയും ഒരുപാട് ചേച്ചിമാരെയും ഒരുപാട് അനിയത്തിമാരെയും സഹോദരങ്ങളെയും അതുപോലെ തന്നെ അച്ഛന്മാരെയും ഒക്കെ നമുക്ക് ഇതിലൂടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു എന്താ പറയുക നമ്മുടെ ഈ ഒരു പരിസരത്തുള്ള ആൾക്കാർ ഒരു കൂടി പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു 10-50 പേര് കൂടുതലൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം എന്നെ ഇത്രയും പേര് അറിയുന്നു മനസ്സിലാക്കുന്നു എന്നൊക്കെ അറിയുന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. മഴയൊക്കെയാണ്. അപ്പം നാളെ നമുക്കിവിടെ ഇടുക്കി ജില്ലയ്ക്ക് അവധിയാണ്. 3-4 ജില്ലകൾക്ക് അവധി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. മഴയൊക്കെ അല്ലേ. അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ.